ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിന്മയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇനി ഈ പുസ്തകത്തിൽ പറയുന്നത്. പാശ്ചാത്യ ഉപഭോഗ സംസ്കാരം, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന രീതിയും മന്ത്രവാദവും ഗൂഢവിദ്യകളുമൊക്കെ തലപൊക്കുന്നതായി നമുക്ക് കാണാം. യോഗ, സെൻ, അതീന്ദ്രിയ ധ്യാനം ഇവയൊക്കെ കൂട്ടിച്ചേർക്കാം. ഋഷിമാരെ തേടി നമുക്കിപ്പോൾ ഇന്ത്യയിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ വാതിൽക്കൽ തന്നെ അവരെ നമുക്ക് കാണാം. മിക്കപ്പോഴും പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന ഇത്തരം രീതികൾ മതവിഭ്രമത്തിലേക്കും മാനസികാസ്വസ്ഥകളിലേക്കും നയിക്കുന്നു. ലൈംഗികതയ്ക്കും അക്രമത്തിനും സാത്താനിക സ്പർശം നൽകി പത്രമാധ്യമങ്ങളും സ്റ്റേജ് ഷോകളും അരങ്ങ് തകർക്കുന്നു. മനസ്സിനെ കീഴടക്കുന്ന രീതിയിലുള്ള ഒരുതരം സംഗീതത്തിൻ്റെ വർദ്ധിച്ച ജനപ്രീതിയും ഇവിടെ സൂചിപ്പിക്കുന്നതിൽ നാം വീഴ്ച വരുത്തരുത്. കുറച്ചുകൂടി വിശദമായി ഈ പൈശാചിക സ്വാധീനത്തിൻ്റെ കാരണങ്ങൾ നോക്കാം. 4 വിഭാഗങ്ങളായി നമുക്കതിനെ തിരിക്കാം. 1. ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി. 2. ഏതെങ്കിലും ആഭിചാര പ്രവൃത്തിയുടെ നിഷ്കളങ്കനായ ഇരയാവുന്നതിലൂടെ. 3. വളരെ ഗൗരവമുള്ളതും കാഠിന്യമേറിയതുമായ പാപാവസ്ഥയിലൂടെ. 4. തിന്മ നിറഞ്ഞ വ്യക്തികളും സ്ഥലങ്ങളുമായുള്ള ബന്ധത്തിലൂടെ. വിശ്വാസരാഹിത്യം വളരെ അപകടകരമായ രീതിയിൽ പിശാചിൻ്റെ ഇരയാക്കുന്നു. വ്യക്തമായ ഉദാഹരണം യൂദാസിൻ്റെ സ്വഭാവത്തിലൂടെ നൽകുന്നുണ്ട്. യേശു എത്ര പ്രാവശ്യം അവനെ തിരുത്തിയെന്നും മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ചുവെന്നും ആർക്കറിയാം? പ്രധാന പുരോഹിതരെ കണ്ട് യൂദാസ് ഇങ്ങനെ ആരായുമ്പോൾ അവൻ മൂർധനാവസ്ഥയിലെത്തുന്നു. ഞാൻ അവനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? മത്തായി 26:15. അവസാന അത്താഴ വിവരണത്തിൽ യൂദാസിനെ കുറിച്ചുള്ള ഭയാനകമായ വാക്യം സുവിശേഷം നമുക്ക് നൽകുന്നു. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യോഹന്നാൻ 13:27. ഇവിടെ അർത്ഥമാക്കുന്നത് പൈശാചിക ബാധയാണെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല.